ആദ്യം ഹൈവേ വരുന്നതിന് മുന്നേ ഹൈവേയിലിരുന്ന് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈവേ വന്നപ്പോൾ അത് നിന്നു. അതാണ് പാർക്കിങ്ങിൻ്റെ പ്രശ്നം വരാൻ കാരണം. പക്ഷെ കുറവുണ്ട്, എല്ലാ വർഷത്തെ പോലെ ഉള്ള കാര്യമാരില്ല. ഒരുപാട് സ്വാമിമാരെ ഇവിടെ മിനി പമ്പയിൽ വന്നിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഇടത്താവളം ഇല്ല എന്നുള്ളത് വളരെയധികം സങ്കടം അവർ ബോധിപ്പിച്ചു. ഇത് മാത്രമല്ല, അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറേ ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 1/2 കിലോമീറ്ററിലധികം ദൂരത്ത് പോയി വെച്ചുണ്ടാക്കി കൊണ്ടുവരികയാണ്. നമസ്കാരം. ഇത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് താഴെയുള്ള മല്ലൂർ ശിവപാർവതി ക്ഷേത്രം. ഇത് മിനി പമ്പ എന്ന് പറയും. ഇത് ഭക്തർക്ക് ഒരു ഇടത്താവളമായിരുന്നു. ഈ ഇടത്താവളം ഇന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ആഹാ, നോ പാർക്കിംഗ് ഏരിയ ആണ്. നല്ല ക്ലിയർ ആയിട്ടോ, സൂപ്പർ സ്ഥലം. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചപ്പോഴല്ലേ കണ്ടത്. വണ്ടി ശരിക്കും പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലാതെ നിർത്താൻ മറ്റൊരു മാർഗ്ഗമില്ല. അത് ശരി തന്നെ. പക്ഷേ റോഡ് അപകടങ്ങൾ വലുതായിട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു വെല്ലുവിളി. കാരണം ഇടയ്ക്ക് പുറത്തേക്കൊക്കെ കയറി നിൽക്കും വണ്ടികൾ. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഏതായാലും അടുത്ത വർഷമെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ, നല്ലൊരു ഇടത്താവളമായി മാറട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. പേര് വലിയതായിട്ട് ഇടത്താവളം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അന്നദാനം വിശ്രമം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെ നിന്നിട്ടും ഒരു അയ്യപ്പ ഭക്തനെ പോലും, കേരളീയരായ ഒരു അയ്യപ്പ ഭക്തനെ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. എല്ലാം അന്യ സംസ്ഥാനക്കാരായ അയ്യപ്പ ഭക്തരെയാണ് നമ്മൾ കണ്ടത്. കാരണം കേരളീയ ഭക്തർക്ക് നന്നായിട്ട് അറിയാം എന്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുള്ളൊരു സ്ഥലവും ഇല്ലാന്ന്. കർണാടകയിൽ നിന്ന് ഒരുപാട് സ്വാമിമാരെ ഇവിടെ മിനി പമ്പയിൽ വന്നിട്ടുണ്ട്. Good name? Kumar. Guruswami? 30 years. Parking problem? Yeah, here we are coming from since 30 years. Before parking was there. Now after the highway there is no parking and there is no staying facility here. So if you provide that, then Mini Pampa will develop properly. എൻ്റെ പേര് വീരകുമാർ. സ്ഥലം എവിടെയാ? സ്ഥലം തമിഴ്നാട്. ഇവിടെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ടല്ലേ? 10-20 കൊല്ലമായി ഇവിടെ വന്നിട്ട്. 10-20 കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ സ്വാമിമാർ വരുമ്പോൾ കുറേ സ്വാമിമാർ വരുന്നുണ്ട്. അവർക്ക് ഈ റോഡിലാണല്ലോ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അല്ലെ, കൊള്ളങ്ങളായിട്ട് വരുമ്പോൾ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഈ കൊല്ലം പാർക്കിംഗ് ഇല്ല. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇപ്പോൾ റോഡൊക്കെ വന്നല്ലോ, വീതി കൂടി, ബുദ്ധിമുട്ടായി കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അയ്യപ്പന്മാർക്ക് അതിനുള്ള സംവിധാനവും കാര്യങ്ങളും വിരിപ്പ് വെക്കാനും മറ്റേനും അതിനുള്ള ആതുര ശുശ്രൂഷ സേവന രംഗത്ത് ഉള്ള ആളുകൾക്ക് താമസിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടേ? അത് വേണം, എന്നാലും വേണം. അതെ, സ്വാമിമാർക്ക് മെയിൻ റൂട്ടാണത്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിൽ വേണം സ്വാമിമാർക്ക്. കഴിഞ്ഞ വർഷം വരെയൊക്കെ അവിടെ ഷെഡ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലല്ല, മുമ്പത്തെ കൊല്ലം. കഴിഞ്ഞ കൊല്ലം സെറ്റില്ല. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം സെറ്റില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, അവിടെ സെറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സ്വാമിമാർ വരും, ചോറുണ്ടാക്കും, കഴിക്കും, കുളിക്കാൻ നല്ല സൗകര്യം. എത്ര വരുന്ന സ്വാമിമാർ ഇവിടെ കുറച്ച് മാളി ഊരിട്ടും പോകും. അങ്ങനെയാണ് പറയുന്നത്. ഇപ്രാവശ്യം വളരെ ബുദ്ധിമുട്ടായി. ഈ കൊല്ലം വളരെ ബുദ്ധിമുട്ട്. കാരണം കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്യുക, അങ്ങനെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോവുക.
അതെ, അവിടെ തന്നെ വെച്ചുണ്ടാക്കുക, പിന്നെ ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഒരു തിരക്ക് പിടിച്ചൊരു പരിപാടി. തിരക്ക് എപ്പോഴും തിരക്കാവിടെ, ഈ സീസൺ എത്തിയാലും എപ്പോഴും തിരക്കാവും. നമസ്കാരം. ഇന്ന് മിഥുന പബ്ലിക്കേഷൻസിൻ്റെ ഇത്തിരി നേരം അവതരിപ്പിക്കുന്നത് മിനി പമ്പയെ കുറിച്ചതാണ്. മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് താഴെയുള്ള ശ്രീ മല്ലൂർ ശിവപാർവതി ക്ഷേത്രം. ഇത് മിനി പമ്പയാണ്, കാരണം ഒരു ഇടത്താവളം. ഈ ഇടത്താവളം ഇന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് മുഴുവനും ഇവിടെ അന്യ സംസ്ഥാനക്കാരായ ആളുകൾ ഭക്തരൊക്കെ വന്നിട്ട് വെച്ചുണ്ടാക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഈ ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാനം ഇവിടെ മുടങ്ങാതെ നടന്നിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവിടെ പാർക്കിംഗ് സംവിധാനം ഇല്ല എന്ന് തന്നെയാണ്. ഈ മല്ലൂർ പാർവതി ക്ഷേത്രത്തിന് മുമ്പിൽ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും മറ്റൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കാരണം അതൊന്നും നിയമപരമായിട്ട് അവിടെ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ അധികൃതർ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം മാറ്റും. അതിനുള്ള തക്കതായൊരു സംവിധാനം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരു ഗ്രൗണ്ടോ മറ്റുള്ളതോ ഒന്നും തന്നെ ആരും ഇതുവരെ കൊടുത്തിട്ടുമില്ല. അതിനായിട്ടുള്ള ഒരു അധികൃതർ കണ്ണ് തുറക്കണം എന്ന് തന്നെ പറയണത്. കാരണം ശബരിമലയിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ മാല അഴിച്ചു വെച്ചിട്ടാണ് കടലിലേക്കൊക്കെ പോകാറ്. ഒരുപാട് അന്യ സംസ്ഥാനക്കാരെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു വിരിപ്പ് വയ്ക്കാനോ അതുപോലെ തന്നെ ഈ ഭക്തർക്ക് താമസിക്കാനോ അതുപോലെ തന്നെ ആദ്യ ശുശ്രൂഷ സേവന രംഗത്തുള്ളവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഹൈവേ വന്നതിന് ശേഷം ഈ ഇടത്താവളം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം. അത് തിരിച്ചു പിടിക്കണം. അധികൃതർ കണ്ണ് തുറന്നേ പറ്റും. 25 വർഷം. ஆமா, இங்க இருக்கிற அம்பலத்துல மினி பம்பல அடிச்சு வாரி கிளீன் பண்ணிட்டு அம்பலத்துல பண்ணி അമ്പലത്തിൽ 100 ரூபாய்க்கு வேலை செஞ்சுக்கிட்டு கிடக்குறோம். கடவுளை ஏதோ படி வந்தாதான் ஐயப்பனா. ഇപ്പോൾ റോഡ് റെഡി ആയപ്പോൾ പാർക്കിംഗ് സൗകര്യം പോയി. ആ ഒരു പ്രശ്നമാണുള്ളത്. വേറെ സ്വാമിമാർക്ക് പ്രയാസം കൊണ്ട് സ്വാമിമാർ വളരെയധികം കുറവാണ് ഇപ്പോൾ ഉള്ളത്. അതെ. അതിനിപ്പോൾ മാർഗങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന് എടപ്പാൾ റോഡിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ നന്നാവും. എടപ്പാൾ റോഡിലേക്ക്, അതായത് റോഡിൻ്റെ സൈഡിൽ തന്നെ, അല്ലാതെ ഇതിനായിട്ടൊരു പ്രത്യേക സ്ഥലം കിട്ടിയ അങ്ങനെയൊന്നുമില്ല. നമുക്കറിയില്ല, നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. കാരണം ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉദിക്കണില്ല പാർക്കിംഗ് സംബന്ധമായിട്ട്. അതായത് ഇടത്താവളം നഷ്ടപ്പെടും എന്ന് തന്നെ നമുക്ക് പറയാം. അതെ, സ്വാമിമാരെന്നാലും ഉണ്ട് ഇവിടെ. സ്വാമിമാർ വരുന്നുണ്ട്, റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് സ്വാമിമാരുണ്ട്. പക്ഷെ കുറവുണ്ട്, എല്ലാ വർഷത്തെ പോലെ ഉള്ള സ്വാമിമാരില്ല.